എല്ലാ പ്രിയപ്പെട്ടവർക്കും കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 30 കോടിയോളം രൂപയുടെ കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് KSEB കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സ്ഥാപനമായ HMD കളമശ്ശേരി യൂണിറ്റിന്റെ വൈദ്യുതി ബന്ധമാണ് വിച്ഛേദിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയാണ് KSEB ഫ്യൂസ് ഊരിമാറ്റിയത്. ഇതോടെ യൂണിറ്റിലെ ഉൽപ്പാദനം പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തു. 2008-2009 കാലഘട്ടത്തിൽ KSEBക്ക് HMD നൽകാനുണ്ടായിരുന്നത് 14 കോടി രൂപയായിരുന്നു. ഇതിൽ 8 കോടി രൂപ ഇതിനകം അടച്ചിട്ടുണ്ട് എങ്കിലും ബാക്കി 6 കോടി രൂപയ്ക്കൊപ്പം പലിശയും പിഴ പലിശയും ഉൾപ്പെടെ ഏകദേശം 30 കോടി രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് KSEB ഉദ്യോഗസ്ഥർ പലതവണ നോട്ടീസും അയച്ചിരുന്നു. 2008-2009 KSEBയും HMD മാനേജ്മെന്റും തമ്മിൽ ധാരണയിലുമെത്തിയിരുന്നു. ധാരണ പ്രകാരം 14 കോടി രൂപ കുടിശ്ശികയിൽ 10 കോടി അടച്ചാൽ കണക്കുകൾ തീർക്കാമെന്നായിരുന്നു തീരുമാനവും. തുക മുഴുവനുമായും അടച്ചില്ലെങ്കിൽ 5 ഏക്കർ ഭൂമി KSEBക്ക് വിട്ടു നൽകണമെന്നുമായിരുന്നു അന്നത്തെ കരാറ്. ഭൂമിക്ക് വിലയായി 2 കോടി രൂപ നിശ്ചയിക്കുകയും ചെയ്തു. എന്നാൽ സ്ഥലം സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ ഭൂമി വിട്ടു നൽകാനുമായില്ല. HMD മാനേജ്മെന്റിന്റെ കണക്ക് പ്രകാരം 2 കോടി രൂപ മാത്രമാണ് കുടിശ്ശികയായി ബാക്കിയുള്ളത്. വൈദ്യുതി വിച്ഛേദിച്ചതിനെ തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഓർഡറുകൾ കൃത്യസമയത്ത് ഉൽപ്പാദിപ്പിച്ച് നൽകുവാനാകില്ല എന്ന് യൂണിയൻ നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടക്കുന്ന സമയവും ആണിത്. വിവിധ സ്ഥാപനങ്ങളുമായുള്ള കരാർ പ്രകാരം ഉൽപ്പന്നങ്ങൾ മാർച്ച് 31-നകം നൽകുകയും വേണം. എന്നാൽ ഇനി ഇതെല്ലാം മുടങ്ങുമെന്നും ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് ലെയ്ത്ത്, നേവൽ ഷിപ്പുകൾക്ക് ആവശ്യമായ ഡയറക്റ്റിംഗ് ഗിയർ തുടങ്ങിയവയാണ് കളമശ്ശേരി യൂണിറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. 117 സ്ഥിരം ജീവനക്കാരും 300ഓളം കരാർ ജീവനക്കാരുമാണ് ഇവിടെ ജോലി ചെയ്യുന്നതും.